കത്തി നിൽക്കുന്ന എമ്പുരാൻ വിഷയം. അതിനെക്കുറിച്ച് അവസാനം സുരേഷ് ഗോപി ഏട്ടനും റിപ്പോർട്ട് പറഞ്ഞു. അതായത് വെറും നാടകം മാത്രമാണ്, വെറും ബിസിനസ് മാത്രമാണ് ഈ സിനിമ എന്നും അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി മാത്രമാണ് ഇതുപോലെ ഒരു വിവാദം ഉണ്ടാക്കിയത് എന്ന രീതിയിലാണ് സുരേഷ് ഗോപി പറയുന്നത്. ഒരുപക്ഷെ അതെന്തു തന്നെയും ആവട്ടെ, ഈ സിനിമയുടെ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ എയറിലായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. അതോടൊപ്പം തന്നെ നിലപാടുകളുടെ രാജകുമാരനായ രാജു ഏട്ടനും ചെറിയ രീതിയിലെങ്കിലും എയറിലാവുന്നുണ്ട്. ഒരുപക്ഷെ ലാലേട്ടൻ മാപ്പ് പറഞ്ഞതിന് ശേഷം പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണം കൂടി വരുന്നു എന്നത് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഈ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജും അതിന്റെ ഭാഗമായപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയത് മുരളി ഗോപിയാണ്. ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ ആദ്യം മാപ്പ് പറയേണ്ടത് അദ്ദേഹമായിരുന്നു. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുരളി ഗോപിയാണ്. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ ഇതുവരെ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഒന്നും കൂടി കൂട്ടുന്നു എന്നത് യാഥാർത്ഥ്യം. തന്റെ സിനിമ തന്റെ നിലപാടാണ്, അതിനെ പന്നൊരാളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് മുരളി ഗോപിയുടെ നിലപാട്. ഒരുപക്ഷെ ഇതിനു മുമ്പും അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെയും തന്നെ വിവാദത്തിലാവുകയും അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ലെഫ്റ്റ് റൈറ്റ് സിനിമ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സംഖ്യയാക്കിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതേ സാഹചര്യത്തിലാണ് ഇതുപോലൊരു സിനിമ വന്നപ്പോൾ അദ്ദേഹം ജിഹാദി ആവുന്നതും. എന്ത് തന്നെയായാലും ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിലാണ് മുരളി ഗോപിയുടെ നിലപാട്. ഒരു രീതിയിലും ഇതിന് റീപ്ലൈ നൽകാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നത് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്നും മമ്മൂട്ടി, ആസിഫ് അലി ഒഴികെ മറ്റൊരാളും തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ ഇതിൽ അഭിപ്രായം പറയാനോ നിന്നിട്ടില്ല. ഒരുപക്ഷെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഇതുപോലെ ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ ഒരാൾ പോലും അവർക്ക് സപ്പോർട്ടായോ അതല്ലെങ്കിൽ അനുകൂലമായോ പ്രതികൂലമായോ വരുന്നില്ല, ഒരാൾക്ക് പോലും സ്വന്തമായ ഒരു അഭിപ്രായം ഇല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അവരൊക്കെ തന്നെ സ്വന്തം കാര്യം മാത്രം നോക്കി അവരുടെ സ്വാർത്ഥ ലാഭം മാത്രം പ്രതീക്ഷിക്കുമ്പോൾ ഇതുപോലൊരു വിവാദത്തിന് ചുമ്മാ തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് മലയാള സിനിമയിലുള്ള ഭൂരിഭാഗം ആളുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പക്ഷേ ഇവിടെ സുരേഷ് ഗോപി എന്തു തന്നെ പറഞ്ഞാലും ഇതുപോലൊരു സിനിമയെ വിവാദത്തിലേക്ക് ആളിക്കത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ സംഗീതം തന്നെയാണ്. അതിന്റെ നേർ പ്രതിഫലനം തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലതവണ കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ പല രീതിയിൽ സിനിമയ്ക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്യാങ് തന്നെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട് എന്നതിൽ സംശയമില്ല. ഏതു സിനിമ ഇറങ്ങിയാലും അത് ഏതെങ്കിലും മതത്തെയോ പാർട്ടിയെയോ പ്രസ്ഥാനത്തെയോ ബാധിക്കുന്ന രീതിയിൽ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ സിനിമയെ വിവാദമുണ്ടാക്കുക എന്നത് ഇന്ത്യയിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള അല്പന്മാർ ശരിക്കും സിനിമ കാണുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതല്ലാതെ ഇതുപോലെ സിനിമയ്ക്കെതിരെ തങ്ങൾക്ക് തോന്നിയത് മാത്രമാണ് ശരി എന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ തന്നെ പോരാടുകയും ചെയ്യുന്ന ഇവരെ നിലക്ക് നിർത്തുന്നതിന് പകരം ശരിക്കും മാപ്പ് പറഞ്ഞ് ഇതുപോലെ അപമാനിതനാവേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു ലാലേട്ടനെ പോലുള്ള മഹാനടന്മാർക്ക്. ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിനടക്കം സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല കൊട്ട് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കിയെങ്കിലും കൃത്യമായ രീതിയിൽ എമ്പുരാൻ നല്ല കളക്ഷൻ തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്.